വെൽക്കം ടു അനദർ ക്ലാസ് ഓൺ ബിടെക് മാത്തമാറ്റിക്സ്. ഇന്ന് നമ്മൾ GYMAT 301 നമ്മളുടെ സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കോംപ്ലക്സ് ഫംഗ്ഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും CR ഇക്വേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള അടുത്തൊരു ഏരിയ ലാപ്ലേസ് ഇക്വേഷൻ അതേപോലെ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ എന്നുള്ളത് ഡെഫിനിഷൻ വെച്ചിട്ടാണ്. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളോട് പറഞ്ഞിരുന്ന ഒരു ഫംഗ്ഷൻ, ഇവിടെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ u പ്ലസ് ഐ വി ഫോമിലായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ u(x(x) എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആദ്യം യുവിൻ്റെ ഡെറിവേറ്റീവ് എക്സിൽ എടുക്കുന്നു, അതിനെ വീണ്ടും എക്സിൽ എടുക്കുന്നു, പ്ലസ് u(y(y) 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, യു ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതേപോലെ യു ഹാർമോണിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഹാർമോണിക് ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ യുവിൻ്റെ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സിമിലർലി വിയുടെ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം v(x(x) പ്ലസ് v(y(y) = 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ v എന്തായിരിക്കും, ഹാർമോണിക് ആയിരിക്കും. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്ന 1-2 ഡെഫിനിഷൻസ് ആണ്. യുവിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആണ് വി, അതേപോലെ വിയുടെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആണ് യു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ പറ്റും. അതായത് യു ഈസ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് വി, വി ഈസ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു. ഡെഫിനിഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ നോട്ട് ഷെയർ ചെയ്ത് തന്നതിലുണ്ട്, അത് വെച്ചിട്ട് പഠിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണെന്ന് പറയാം, ഹാർമോണിക് ആണെന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫംഗ്ഷൻ തന്നുള്ളതിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതേപോലെ ഫംഗ്ഷൻ എങ്ങനെ എഴുതും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊരു നിങ്ങൾക്ക് 3 മാർക്കിനൊക്കെ സിമ്പിളായിട്ട് ചോദിക്കാവുന്ന ഒരു യൂണിവേഴ്സിറ്റി ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ട് u = xy പ്ലസ് kx² മൈനസ് y². ഇത് ഹാർമോണിക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് ഹാർമോണിക് ആണ്, അപ്പോൾ നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഹാർമോണിക് ആണെങ്കിൽ ഇത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ യുവിൻ്റെ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ u(x(x) പ്ലസ് u(y(y) = 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ux ഒന്ന് കണ്ടു നോക്കാം. ux എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സിൽ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യണം. എക്സിൽ നമ്മൾ എങ്ങനെ ഡെറിവേറ്റീവ്, എക്സിൽ ചെയ്യുമ്പോൾ y കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ xyന് എക്സിൽ ഡെറിവേറ്റീവ് ചെയ്താൽ y പ്ലസ് kx²നെ എക്സിൽ ഡെറിവേറ്റീവ് ചെയ്താൽ k × 2x, അതായത് 2kx. ഇത് 0 ആയിട്ട് പോകും, കാരണം എക്സിൽ y കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ux(x) ഇവിടെ തന്നെ കാണാം, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. y കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയിട്ട് വരും. 2kx-ൻ്റെ ഡെറിവേറ്റീവ് 2k. ഇനി നമുക്ക് uy ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. uy എന്ന് പറഞ്ഞാൽ ഇതിന് y-യുടെ ഡെറിവേറ്റീവ് എടുക്കണം. y-യുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് x പ്ലസ് kx² 0 ആയിട്ട് പോകും, കാരണം y-ൽ k കോൺസ്റ്റൻ്റ് ആണ്. 2y² ഡെറിവേറ്റീവ് 2y. ഇതിൻ്റെ uyy ഒന്ന് എടുത്ത് നോക്കാം. എന്താ വരിക, uyy x ഡെറിവേറ്റീവ് 0 ആയിട്ട് വരും, ഇത് -2. അപ്പോൾ നമുക്ക് ux(x)ഉം കിട്ടി, uyy-യും കിട്ടി. ഹാർമോണിക് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ux(x) പ്ലസ് 2k പ്ലസ് uyy -2 = 0. അതായത് 2k - 2 = 0 വരും. അപ്പോൾ 2k എന്ത് വരും, 2k = 2 വരും, k എന്ത് വരും, 2/2 = 1 എന്ന് വരും. വളരെ റയറായിട്ട് 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ux(x) പ്ലസ് uyy 0 ആയിരിക്കും, അതേപോലെ ദെൻ ഹാർമോണിക്കും ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 7 മാർക്കിനും 9 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. നമുക്കൊരു യു തന്നിട്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു യു തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ യു വരുന്നത് x² മൈനസ് y² മൈനസ് y ആണ്. ഇത് ഹാർമോണിക് ആണെന്ന് വെരിഫൈ ചെയ്യാനുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഇത് ഹാർമോണിക് ആണോ എന്ന് വെരിഫൈ ചെയ്യണം, ഈസ് ഹാർമോണിക്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ v ആയിരിക്കും.
ദെൻ എഫ് കണ്ടുപിടിക്കാനുണ്ടാവും. എഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു യു പ്ലസ് ഐ വി ആണ്. അപ്പോൾ യു ഓൾറെഡി ഇവിടെ ഉണ്ട്, വിയും കൂടി കണ്ടുപിടിച്ചാൽ എഫ് വൈ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നതിനൊരു പ്രൊസീജിയർ ഉണ്ട്, ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇത് ഹാർമോണിക് ആണ്. ഹാർമോണിക് ആണെങ്കിൽ ഇത് നമ്മളുടെ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്തായിരുന്നു ലാപ്ലേസ് ഇക്വേഷൻ? നമുക്കറിയാം യു എക്സ് എക്സ് പ്ലസ് യുവിൻ്റെ കേസിലാണെങ്കിൽ യു ഐ വൈ ഈക്വൽ ടു 0 ആയിരിക്കും. സോ യു എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സിൽ ഡെറിവേറ്റീവ് എടുക്കണം. എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? y കോൺസ്റ്റൻ്റ് ആയിട്ട് വരും, 2x വരും. ഇനി നമുക്ക് യു എക്സ് എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. യു എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, ദെൻ യു വൈ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. യു വൈ എന്ന് പറഞ്ഞാൽ വൈയിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ എന്ത് വരും? -2y, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് -2y, അതേപോലെ -1 എന്ന് വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും വൈയിൽ എടുക്കുമ്പോൾ -2. നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്ത് വരും? 2 + -2 0 ആയിരിക്കും. ഇപ്പോൾ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ 0 വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഹാർമോണിക് ആണെന്ന് കണ്ടുപിടിച്ചു. അത് പ്രശ്നമല്ല, സ്റ്റാർട്ട് ചെയ്യും. അടുത്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇതിൻ്റെ ഒരു ഹാർമോണിക് കോഞ്ചുഗേറ്റ് വി കണ്ടുപിടിക്കണം. അതിനു വേണ്ടി സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പഠിച്ച സി ആർ ഇക്വേഷൻ അവിടെ എഴുതി വെക്കുക. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച സി ആർ ഇക്വേഷൻ? ഞാൻ ആദ്യം രണ്ടാമത്തെ സി ആർ ഇക്വേഷൻ എഴുതുന്നു. നമ്മൾ സി ആർ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, അതായത് വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ. അതേപോലെ നമ്മൾ പഠിച്ച ഒന്നാമത്തെ സി ആർ ഇക്വേഷൻ എന്തായിരുന്നു? വി വൈ ഈക്വൽ ടു യു എക്സ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്, ഞാനൊന്ന് തിരിച്ച് എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആയതുകൊണ്ട് വിനെ ആദ്യം എഴുതി, അത്ര മാത്രം. നമുക്കറിയാലോ നമ്മൾ പഠിച്ച സി ആർ ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷൻ എന്തായിരുന്നു? യു വൈ ഈക്വൽ ടു വി എക്സ് ആവണം. സോറി, യു എക്സ് ഈക്വൽ ടു വി വൈ ആവണം. അതേപോലെ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. ഇതാണ് നമ്മുടെ സി ആർ ഇക്വേഷൻ. ഞാനിതാ ഈ രണ്ടാമത്തതാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി ആയതുകൊണ്ട് വി എക്സ് ആദ്യം എഴുതി, വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ, അതേപോലെ വി വൈ ഈക്വൽ ടു യു എക്സ്. രണ്ട് സി ആർ ഇക്വേഷൻസ് അവിടെ എഴുതി വെക്കുക. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തായിരുന്നു? വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മളിതാ ഇവിടെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. നമ്മൾ യു വൈ കണ്ടുപിടിച്ചിട്ടുണ്ട്. യു വൈ എന്ന് പറയുന്നത് -2y -1 ആണ്. അപ്പോൾ -2y എന്ന് പറഞ്ഞാലോ, അപ്പോൾ വി എക്സ് എന്ത് വരും ഇടാ? മൈനസ് യു വൈ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, -2y -1, രണ്ട് മൈനസും പോയാൽ 2y + 1. ഇനി ഇതാ വി വൈ ഈക്വൽ ടു നമ്മൾ യു എക്സ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2x. അത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് ലാപ്ലേസ് ഇക്വേഷൻ കിട്ടും. കാരണം യു എക്സോ വി വൈയോ ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചായിരുന്നെങ്കിലോ, വി തന്നിട്ട് യു കാണാനാണെങ്കിലും നിങ്ങൾ മെത്തേഡ് നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യനും ചെയ്യാം, സെയിം ക്വസ്റ്റ്യൻ തന്നെ അതിലും ചെയ്യാം. ദെൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലേതെങ്കിലും ഒന്ന് നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ കിട്ടും. അവിടെ നമ്മൾ നേരെ തിരിച്ച് യു എടുത്തിട്ട് സോൾവ് ചെയ്ത് വരികയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അതിലും ക്വസ്റ്റ്യൻ ചെയ്യാം. ദെൻ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഞാൻ വി എക്സും കണ്ടുപിടിച്ചു, വി വൈയും കണ്ടുപിടിച്ചു. ഇനിയുള്ള സ്റ്റെപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ വി എക്സ് ഉണ്ട്. ഈ വി എക്സിന്, അതായത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? വി എക്സ് ഈക്വൽ ടു 2y + 1. നമുക്ക് വി ആണ് കിട്ടേണ്ടത്. അപ്പോൾ വി കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കാരണം വി എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിലാണ്, അതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി എക്സ് എന്തായിട്ട് മാറും? വി ആയിട്ട് മാറും. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? 2y എക്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അത് 2yx ആയി പോകും. പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എക്സ് വരും, പ്ലസ് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ h ഓഫ് y എന്നെടുത്തു. കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എക്സിൽ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ സം h ഓഫ് y. അപ്പോൾ ഇവിടെ തന്നെ ഏകദേശം നമുക്ക് കിട്ടി. ഇതാണ് നമ്മളുടെ വി എന്നുള്ളത്. പക്ഷേ ഇത് ആൻസർ കംപ്ലീറ്റ് അല്ല, h ഓഫ് വൈയും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയും അവിടെ ചെയ്താൽ ആൻസർ. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ, ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ എടുത്തിട്ടാണ് ചെയ്തത്, രണ്ടാമത്തെ ഇക്വേഷൻ വി വൈയിലാണ്. അത് കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ വൈയിൽ ഒന്ന് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഈ വി എ, നമുക്കിവിടെ കയ്യിലുള്ള ഈ വി എ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈയിൽ ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? 2yxൻ്റെ ഡെറിവേറ്റീവ്, അവിടെ 2x കോൺസ്റ്റൻ്റ് ആണ്, വൈൻ്റെ ഡെറിവേറ്റീവ് 1 വരും, പ്ലസ് എക്സിനെ വൈയിൽ ചെയ്യുമ്പോൾ 0 ആവും. h ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് h' ഓഫ് വൈ എന്ന് വരും, h' ഓഫ് വൈ. ഇനി ഇതിനെ നമ്മളുടെ ഇക്വേഷനുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. നമ്മളുടെ ഇക്വേഷൻ എന്താ? വി വൈ ഈക്വൽ ടു 2x ആണ്. അപ്പോൾ ഈ വി വൈക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x ഈക്വൽ ടു 2x പ്ലസ് h' ഓഫ് വൈ. അപ്പോൾ 2xും 2xും ക്യാൻസൽ ആയിപ്പോയാൽ നമുക്ക് h' ഓഫ് വൈ 0 എന്ന് കിട്ടും. h' ഓഫ് വൈ 0 ആണെങ്കിൽ ഇനി നമുക്ക് h കിട്ടാൻ ഇതിനൊന്ന് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ h' ഓഫ് വൈ h ഓഫ് വൈ ആവും. 0യുടെ ഡെറിവേറ്റീവ് ഒരു സീറോയുടെ ഡെറിവേറ്റീവ് ഇല്ല, അവിടെ ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ.
സോ എച്ച് ഓഫ് വൈ ഈക്വൽ ടു നമുക്ക് സി. ഈ സി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന കോൺസ്റ്റന്റ്. അത് നമുക്ക് സിയിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അവിടെ പിന്നെ വേറെ എക്സിലോ വൈയിലോ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എച്ച് ഓഫ് വൈ നമുക്ക് എന്ത് കിട്ടി? സി എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മളുടെ വി ഒന്ന് എടുത്ത് എഴുതാം. വി എന്തായിരുന്നു? വി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച വി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? 2xy പ്ലസ് എക്സ് പ്ലസ് എച്ച് ഓഫ് വൈ. അതായത് 2xy പ്ലസ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മളുടെ വി. അപ്പോൾ നമുക്ക് യുവിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള വി കിട്ടി. ഇനി നമ്മളോട് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എഫ് എടുത്ത് എഴുതാനായിരുന്നു. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണ്. യു എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ പ്ലസ് ഐ ഇൻറ്റു 2xy പ്ലസ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മളുടെ എഫ് ആയിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ സ്റ്റെപ്സ് ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഹാർമോണിക് ചെക്ക് ചെയ്യുന്ന പ്രശ്നമല്ല, നമ്മൾ സി ആർ ഇക്വേഷൻസ് എടുത്ത് എഴുതുന്നു. വി കണ്ടുപിടിക്കുന്നതായതുകൊണ്ട് ഞാൻ വി എക്സും വി വൈ ഉള്ള ഇക്വേഷൻ എഴുതി. എന്നിട്ട് ആ വി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വി കണ്ടുപിടിക്കുന്നു. അതിലുള്ള കോൺസ്റ്റൻറ്റ് എച്ച് ഓഫ് വൈ കിട്ടാനായിട്ട് നമ്മൾ അതിനെ വീണ്ടും വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2x പ്ലസ് എച്ച് ഡാഷ് ഓഫ് വൈ. ഇനി നമ്മളുടെ സി ആർ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എച്ച് ഡാഷ് ഓഫ് വൈ 0 കിട്ടുന്നു. ഇവിടുന്ന് ശ്രദ്ധിക്കണം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എച്ച് ഓഫ് വൈ ഈക്വൽ ടു സി. 0ൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ 0 ആയിട്ട് വരും. ദെൻ സി എന്നുള്ള കോൺസ്റ്റൻറ്റ് മാത്രമായിട്ട് വരും. വി കിട്ടുന്നു. ദെൻ ആഡ് ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. അതായത് നിങ്ങൾക്കൊരു യു തന്നിട്ട് അതിൻ്റെ വി കണ്ടുപിടിച്ച് എഫ് എഴുതാൻ പറയാം. അല്ലെങ്കിൽ യു തന്നിട്ട് എഫ് എഴുതാൻ പറയാം. യു തന്നിട്ട് എഫ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് വി വേണം. അപ്പം ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ഹാർമോണിക് കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ റിയൽ പാർട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് യു തന്നിട്ട് യു റിയൽ പാർട്ട് നമുക്കറിയാം, ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ നമ്മൾ വി കണ്ടുപിടിക്കണം. അങ്ങനെ പല രീതിയിൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഇവിടെ വി കിട്ടി, ഞാൻ കിട്ടിയ വി ആയി ഒന്ന് എടുത്ത് ചെയ്താണ്. അതായത് വി ഈക്വൽ ടു ഇങ്ങനെ തന്നു എന്ന് വിചാരിച്ചു, 2xy പ്ലസ് എക്സ്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? നമ്മളോട് യു കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്ക് കിട്ടേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ ആണ്. അപ്പോൾ ഇങ്ങനെ തന്നാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ സി ആർ ഇക്വേഷൻസ് തന്നെ ഒന്നും കൂടി എടുത്ത് ചെയ്താൽ നമ്മുടെ അപ്പോൾ നമുക്ക് നല്ലത് നമ്മുടെ ആദ്യത്തെ സി ആർ ഇക്വേഷൻ ആദ്യം ചെയ്തത്. നമ്മുടെ സി ആർ ഇക്വേഷൻ ഉണ്ടായിരുന്നു യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. അത് 2x ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ വി ഇക്വേഷൻ ആദ്യം എടുത്തു. ഏത്? വി എക്സ് ആയതുകൊണ്ട് വി എക്സിലുള്ള എക്സിന് നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിലാണ് ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വി എക്സ് ആദ്യം എടുത്തു, മറ്റേ ഇക്വേഷൻ അവിടെ എഴുതി. ഇത് നമുക്ക് യു കണ്ടുപിടിക്കുന്നതായതുകൊണ്ട് ഞാൻ യു എക്സിൻ്റെ ഇക്വേഷൻ ആദ്യം എടുത്തു, നേരത്തെ പോലെ തന്നെ. ഇതിന് നിങ്ങൾ വിത്ത് റെസ്പെക്ട് എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ യു എന്ന് വരും. 2xൻ്റെ ഡെറിവേറ്റീവ്, 2xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താലല്ലേ ഇത് യു ആയിട്ട് മാറുക. അപ്പോൾ ഇൻറ്റഗ്രൽ ഇവിടെ ഇൻറ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇത് യു ആയിട്ട് മാറും. ദെൻ എന്ത് വരും? 2 ഇൻറ്റു എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ആ 2 ഇൻറ്റും കട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈയിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് വരും. ഇനി ഈ എച്ച് ഓഫ് വൈയുടെ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുന്നതിന് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഞാനിവിടെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. അത് നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ വരുന്നത്? യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇക്വേഷൻ തന്നെ യു വൈ എടുത്താലും 2y പ്ലസ് അല്ലെങ്കിൽ മൈനസ് 2y മൈനസ് 1. ഇതാ യു വൈ മൈനസ് 2y മൈനസ് 1 എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. എന്താ വരിക? മൈനസ് ഓക്കെ അല്ല വേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എടുക്കാമല്ലോ അല്ലേ? നമ്മളിതാ യു വൈ മൈനസ് വി എക്സ് എന്താന്ന് ഇവിടെ വന്നിട്ടുണ്ട്? മൈനസ് 2y മൈനസ് 1. ഓക്കെ, അങ്ങനെ എഴുതുന്നുണ്ട്. മൈനസ് 2y എല്ലാം ഒന്ന് തന്നെ, ആ മൈനസിന് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ യു ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? വൈയിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. അതായിരുന്നല്ലോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ തൊട്ട് മുകളിൽ നോക്കിയാൽ മതി. ഇതാ നമ്മൾ വൈയിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. പിന്നെ ആരേ ഉണ്ടാവുള്ളൂ? എച്ച് ഡാഷ് ഓഫ് വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ യു വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് 2y മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ഓഫ് വൈ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കിട്ടണം? എച്ച് ഓഫ് വൈ കിട്ടണം. ഇതിനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഞാനൊന്ന് തിരിച്ച് ചെയ്യുന്നുണ്ട്. എച്ച് ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു മൈനസ് 2y മൈനസ് 1 എന്ന് വരും. ദെൻ എച്ച് ഡാഷ് ഓഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് എച്ച് ഓഫ് വൈ ആയിട്ട് മാറും. മൈനസ് 2yൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് 2 ഇൻറ്റു വൈൻ്റെ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2 മൈനസ് 1ൻ്റെ ഇൻറ്റഗ്രൽ വൈ വരും. പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ പ്ലസ് സി എന്ന് വരും.
നമ്മളിതാ ഇവിടെ കണ്ടുപിടിച്ച ഒരു യു ഉണ്ടായിരുന്നല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് എച്ച് ഓഫ് വൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ യു എന്ത് വരും? യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ പ്ലസ് സി. ഇതായിരുന്നു നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ യു ആയിട്ട് തന്നത്. അപ്പോൾ നമുക്കിത് തിരിച്ചും രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് യു തന്നിട്ട് വി ആണ്. സി ആർ ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതുന്ന ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. എന്നിട്ട് ആദ്യം വി എക്സ് വി വൈ എഴുതുക, വി കണ്ടുപിടിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ യു എക്സും യു വൈയും എഴുതുക. എന്നിട്ട് അത് ക്വസ്റ്റ്യനിലുണ്ടാവും, ഓൾറെഡി നമ്മൾ ചെയ്ത ആൻസറിങ് സ്റ്റെപ്സിലുണ്ടാവും ഓരോ വാല്യൂസും, അതായിട്ട് എടുത്ത് ചെയ്ത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ യു എക്സ് ഈക്വൽ ടു വി വൈ, 2x ഡയറക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടി. ദെൻ യു വൈ എന്ന് പറയുന്നത് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ, വി വൈ ഇവിടുന്ന് കിട്ടും, അതേപോലെ മൈനസ് വി എക്സ് ഇതിന് കിട്ടും. അതാണ് നമ്മൾ യു വൈ ആയിട്ട് എടുക്കുന്നത് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൻ്റെ എക്സിൽ ഡെറിവേറ്റീവ് എടുത്താൽ എന്താ വരിക? ഇതിന് നമ്മൾ എക്സിൽ ഡെറിവേറ്റീവ് എടുത്താൽ 2y + 1 എന്ന് വരും. ഒരു മൈനസ് എടുത്താൽ -2y - 1, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഹാർമോണിക് കോഞ്ചുഗേറ്റ്, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിനും 9 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു മൊഡ്യൂളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ വരുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ, അതിൻ്റെ ഹാർമോണിക് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ 0 ആണെങ്കിൽ യു ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഹാർമോണിക് ആണ്. വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ 0 ആണെങ്കിൽ വി ഹാർമോണിക് ആണ്, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ചെയ്തു. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഹാർമോണിക് അൺചെക്ക് ചെയ്ത് വി ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചെയ്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. സി ആർ ഇക്വേഷൻസ് രണ്ടും അവിടെ എഴുതി വെക്കുക. ദെൻ വി എക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻറ്റിഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ അതിനെ വൈയിൽ ഡെറിവേറ്റീവ് എടുത്ത് ദെൻ അത് വീണ്ടും എച്ച് ഓഫ് വൈ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ആയിട്ട് എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ യു തന്നിട്ടുള്ള ക്വസ്റ്റ്യനും വി തന്നിട്ടുള്ള ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ചോദിച്ചത് നമുക്ക് ടൈമിനനുസരിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. സോ നിങ്ങൾ കൃത്യമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ ഈ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. യു തന്നിട്ട് വി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയെടുത്ത് അതൊക്കെ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ റേസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.